ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫാൻ. അപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് എയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒറിജിനൽ റിസൾട്ടാണ് കേട്ടോ. ഒറിജിനൽ റിസൾട്ട് എന്താണെന്ന് പറയാം. ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം കാണുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ എൻ്റെ എയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് 6 മാസം 15 ദിവസമായിട്ടോ, അതായത് 6.5 മാസമായിപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ 6 മാസത്തെ ഫുൾ ജേണി തുടക്കം മുതൽ ഇതുവരെയുള്ള അവസ്ഥ പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നു. അത് അവിടെ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ ചാനലിൽ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഫുൾ വീഡിയോ ഓരോരോ ചെയ്യുന്ന അന്ന് മുതൽ, അതായത് ഞാൻ ഇവിടുന്ന് പോയി അവിടെ ചെയ്ത് വരുന്ന എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എൻ്റെ പ്ലേ ലിസ്റ്റിൽ പോയാൽ കാണാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് റിസൾട്ട് തന്നെയാണ്. 6.5 മാസത്തെ റിസൾട്ട് കേട്ടോ. 6.5 മാസത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ലൈനൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് സെറ്റായതിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടാലും അറിയാം, ആളുടെയൊക്കെ ഇറങ്ങാൻ പോലത്തിലായതിന് നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് കണ്ടാലും തിരിച്ചറിയുന്നില്ല. ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഈ ലൈന് പോകുന്ന ഭാഗത്തിൽ ബബിളുള്ള പോലെ ഇങ്ങനെ കുറച്ചുകൂടി തടിപ്പായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്. ആ എയർ വരുന്ന ഗ്രോത്ത് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ അങ്ങനെ. എന്താണെന്ന് അറിയില്ല, വെള്ളം കുടിക്കാത്തതുകൊണ്ടാണോ ഞാൻ അങ്ങനെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറവായതാണെന്ന് അറിയില്ല. ചിലപ്പോൾ അങ്ങനെ കാണാറുണ്ട്. അല്ലാത്ത സമയത്തൊന്നും കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ അത്രയാണ് കണ്ടീഷൻ. ഫ്രണ്ട് എയർലൈൻ കണ്ടില്ല നിങ്ങൾ, എയർലൈൻ നല്ല സെറ്റായി വന്നിങ്ങനെ അടിപൊളിയാണ്. ഇനിയും വരാനുണ്ട് കേട്ടോ. ഇപ്പോൾ 6.5 മാസമേ ആയിട്ടുള്ളൂ. നമുക്കൊരു 6 to 1 ഇയറിലാണ് ഫുൾ റിസൾട്ട് വരിക. ഒരു 1 ഇയർ കഴിഞ്ഞാലേ ഫുൾ റിസൾട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, ഫില്ലായതിനെ വന്നിട്ടുണ്ട്. ഇനിയും ഫില്ലാവാനുണ്ട്, എന്നാലും ഉള്ളു കുറേശ്ശെ കാണുന്നുണ്ട്. ഇങ്ങനെ ചീകി വെച്ചാലൊന്നും അറിയില്ല കേട്ടോ, അങ്ങനത്തെ സെറ്റിലാണുള്ളത്. പിന്നെ എൻ്റെ ഡോണർ ഏരിയ ആയിരുന്ന ആ പിൻവശം നോക്കുകയാണെങ്കിൽ തന്നെ സെറ്റാണ്, അറിയൊന്നുമില്ല. നമുക്ക് അവിടുന്ന് മുടി എടുത്തിട്ടുണ്ടെന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാവും. 2 സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ മുടി എടുത്തൊന്നും മനസ്സിലാവുന്ന നല്ല ഫില്ലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു ഡോണർ ഏരിയ ആയിട്ട് എടുത്തിരുന്നുണ്ട് ഈ താടിയുടെ ഭാഗം കേട്ടോ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ചെറിയ ഡോട്ടുകളുണ്ടല്ലോ, ഇപ്പോഴും കുറേശ്ശെ കാണാനുണ്ട്. കുറച്ചൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ നന്നായിട്ട് മനസ്സിലായിരുന്നു, ഇപ്പോൾ അത്ര മനസ്സിലാവണമെന്നില്ല. പിന്നെ ആ ഇറച്ചി ഇങ്ങനെ തൂർന്ന് വരണ്ടേ, ഒരു ചെറിയ ഹോൾ ഉണ്ടാവുമല്ലോ എന്തായാലും, മുടി ഗ്രാഫ്റ്റ് അടക്കം എടുത്തതല്ലേ. അപ്പോൾ അത് തൂർന്ന് വരാനുള്ളൊരു സമയമായിരിക്കും തോന്നുന്നു. ഇപ്പോൾ കുറേശ്ശെ ഇങ്ങനെ കാണാനുണ്ട് ഇവിടെ ചെറിയൊരു വെള്ള ഡോട്ട് മാതിരി. അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ല, തലവേദനയോ കാര്യങ്ങളൊന്നുമില്ല. എന്നെയൊക്കെ ഫസ്റ്റ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു പഠിപ്പിച്ചാണ് തലവേദന വിട്ടുമാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ട്രാൻസ്പ്ലാന്റേഷനെ കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇപ്പം ഇല്ല. താരം ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട്, അത് ഞാൻ ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, താരം കുറവുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കറക്റ്റ് റിസൾട്ട് ഞാൻ പറയല്ലേ, അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കറക്റ്റ് റിസൾട്ട് കാണുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ കുളിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ കണ്ണടയിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് കാണുന്നത്. അപ്പോൾ ഞാൻ വെള്ളം പാർന്ന് കാണിച്ചു തരാം. തലയിൽ വെള്ളം പാരുമ്പോൾ അത്യാവശ്യം ഗ്യാപ്പ് ഇങ്ങനെ കാണുന്നുണ്ട്. അന്നെന്ന് വെച്ചാൽ വെള്ളം പാരുമ്പോഴാണ് 2 മുടി ഒട്ടി പിടിച്ചിങ്ങനെ നിൽക്കുക. ആ സമയത്ത് നമുക്ക് കറക്റ്റ് മനസ്സിലാവും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് മുടി എത്രത്തോളം ഉണ്ടെന്നുള്ള. ആ ഒരു ഫ്രണ്ട് ലൈനാണ് ഞാൻ ചെയ്തത്. അപ്പോൾ മുകളിലേക്കൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം ഗ്യാപ്പ് നല്ലോണം കാണുന്നുണ്ട്. കുറച്ചുകൂടി ഫില്ലാവും കേട്ടോ. സംഭവം ഇവിടെ കൊണ്ട് റിസൾട്ട് തീർന്നിട്ടില്ല എന്നാണ് നമ്മൾ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 ഇയറിലാണ് കറക്റ്റ് റിസൾട്ട് വരിക. അപ്പോഴേക്കൊക്കെ അത്യാവശ്യം നല്ല ഫില്ലാവും. എന്നാലും കുഴപ്പമില്ല, ഇത്രയേ ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ. ആദ്യം ഫുള്ളില്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട് എയർലൈനൊക്കെ ആ മേലേക്ക് ചെയ്യുമ്പോൾ നല്ല സെറ്റായിട്ട് നല്ല വൃത്തിക്ക് നിൽക്കണമുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ റിസൾട്ട് കേട്ടോ. ഫ്രണ്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് ചീകി കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് നിൽക്കും. കുളിച്ച് കഴിഞ്ഞാലൊക്കെ. അപ്പോൾ ഞാൻ എണ്ണ തേച്ച് കുളിക്കാറുണ്ട്. കുളിക്കുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുമ്പ് എണ്ണ തേക്കും. എന്നും തേക്കാറില്ല, ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് അങ്ങനെ തേച്ചിട്ടാണ് കുളിക്കുക. അപ്പോൾ ആ ഒരു ചെറിയൊരു എണ്ണമയം കൂടി നല്ല വൃത്തിക്ക് ചീവി കഴിഞ്ഞാൽ നിൽക്കും. പിന്നെ ചീക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ചീപ്പ് ഞാനിപ്പോൾ വാങ്ങിയിട്ട് 1.5 മാസം കേട്ടോ. 5ാമത്തെ മാസം മുതലാണ് ഞാൻ ശരിക്കും ചീപ്പ് പുതിയത് വാങ്ങിയിട്ട് ചെയ്യൽ തുടങ്ങി. അതുവരെ മുടി ഇല്ലായിരുന്നു. അപ്പോൾ മുട്ടയടിച്ചതായിരുന്നല്ലോ, നമ്മൾ ഈ ഒരു മുട്ടയടിക്കല്ല കുറ്റിയാക്കിയിട്ടാണ് ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. അതിനുശേഷം പതുക്കെ വളർന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു 5 മാസമായപ്പോഴാണ് എനിക്ക് അത്യാവശ്യം ഒരു ചീകാനുള്ളൊരു സെറ്റപ്പിൽ മുടി എത്തിയത്. അപ്പോൾ ഞാൻ ചീപ്പ് വാങ്ങി. ആ ചീപ്പിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ചീപ്പിൽ ഇപ്പോൾ ഇത്രയും മുടിയാണ് കുടുങ്ങിയത് കേട്ടോ. വല്ലാതെ ഓവറായിട്ട് കൊഴിച്ചിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല മുടി ചീപ്പ് തന്നെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് താഴെ പോയിട്ടുണ്ടാവും, എന്നാലും ചീപ്പിൽ ഇത്രയും മുടിയെ കുടുങ്ങിയിട്ടുള്ളൂ. 1.5 മാസമായിപ്പോൾ ഞാൻ ഈ ചീപ്പ് ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത്രത്തോളം ഫാളിങ് കുറഞ്ഞിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഈ ഒരു GFC ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൊഴിഞ്ഞു പോയിരുന്നു. പിന്നെ എൻ്റെ ഈ ഒരു ക്രൗൺ ഏരിയയും അത്യാവശ്യം ഇപ്പോൾ കുറവാണ് ഡെൻസിറ്റി. ഇപ്പം GFC ചെയ്യുന്നതുകൊണ്ട്
ഒന്നുകൂടി കട്ടി കൂടി മുടി വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 6 മാസത്തോളമായി ഞാൻ GFC എടുക്കുന്നുണ്ട്. ഫസ്റ്റത്തെ 4 മാസം തുടർച്ചയായിട്ട് എടുത്ത്, പിന്നെ 5ാമത്തെ മാസം എടുത്ത്, ഇനി അടുത്ത മാസം GFC എടുക്കാൻ പോകണം. അങ്ങനെ ഇനി ഗ്യാപ്പ് ഇട്ടിട്ട് എടുക്കാനാണ് പറഞ്ഞത്. വേണമെങ്കിൽ എടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. 6 മാസത്തോളമാണ് GFC എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ റിസൾട്ട്. ഇനി ഫുൾ വീഡിയോ കാണണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഐ ബട്ടണിൽ കഴിഞ്ഞ വീഡിയോ എടുക്കുന്നുണ്ട്. എൻ്റെ ഫുൾ വീഡിയോ പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വിലയിരുത്താൻ സാധിക്കും. ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ക്ലിനിക്ക് HNS കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ തൊട്ടിപ്പാളയപ്പെരുവ എന്ന് പറഞ്ഞ ക്ലിനിക്കിൽ നിന്നാണ് ചെയ്തത്. നിങ്ങൾക്ക് കൺസൾട്ടേഷനൊക്കെ അവിടെ ഫ്രീ ആണ് കേട്ടോ. കൺസൾട്ടേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് കൺസൾട്ടേഷൻ ചെയ്യുക. പിന്നെ PRP GFC ഒക്കെ അവിടെ റേറ്റ് കുറവാണ് നമ്മളെ കേരളത്തെ അപേക്ഷിച്ച്. അവിടെ 500 രൂപയ്ക്കാണ് PRP എന്നത്, GFCക്ക് 2000 രൂപയ്ക്കാണ് ചാർജ് വരുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങൾക്കൊന്ന് നോക്കാം. ഏതായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.